ലേഖനം 10-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിന്റെ ഫലമായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് ആക്സസ്, പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒടുവിലത്തെ പോർഷൻ. അത് നീണ്ട ഒരു പോർഷനാണ്. ഒന്നാമതായിട്ട് യേശുക്രിസ്തുവിന്റെ പരമയാഗം ആദ്യ ഭാഗം നമ്മൾ ചിന്തിച്ചത് അത് പാപത്തെ എന്നേക്കുമായി നീക്കിക്കളഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിന്റെ, ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ യാഗം അങ്ങനെ നീക്കുന്നില്ല. പാപങ്ങളെ നീക്കുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ ഒരിക്കലായി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ യാഗം പാപങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. രണ്ടാമതായി നമുക്ക് പഠിക്കാനായിട്ട് ഇടയായി തീർന്നത് യേശുക്രിസ്തുവിന്റെ പരമയാഗം ഇനി റിപ്പീറ്റ് ചെയ്യേണ്ടതായ ആവശ്യമില്ല. യേശുക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു, ഫിനിഷ് ചെയ്തിരിക്കുന്നു, കംപ്ലീറ്റഡ് ആണ്. ആ കൃപയിൽ ആശ്രയിക്കുന്ന, യേശുവിൽ ആശ്രയിക്കുന്നവർക്ക് ആ വലിയ പ്രാഗൽഭ്യം ലഭിക്കാൻ തക്കവണ്ണ ഇടയായി തീരുന്നു. മൂന്നാമത്തെ ഭാഗം 19 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. അതിന്റെ 19 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അത് തീർന്നിട്ടില്ല. 3 പ്രത്യേകമായ ഇൻവിറ്റേഷൻ, ത്രീഫോൾഡ് ഇൻവിറ്റേഷൻ ആണ് നമ്മൾ പ്രധാനമായ ആ ഭാഗത്ത് നിന്ന് ചിന്തിച്ചത്. ഒന്ന്, നാം അടുത്ത് ചെല്ലുക, ലെറ്റ് us draw near. രണ്ടാമതായി let us hold fast the hope എന്നാണ്, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. മൂന്നാമതായിട്ട് നാം അന്യോന്യം let us consider one another. ആത്മീയ വർദ്ധനവിന്, ദൈവസ്നേഹത്തിന് അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ, ഉത്സാഹിപ്പിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ഈ 3 സ്പെഷ്യൽ 3 രീതിയിലുള്ള ഇൻവിറ്റേഷൻസ് ആണ് അവിടെ നമുക്ക് കാണുന്നത്. നമ്മൾ കുറച്ച് വിശദമായി ചിന്തിച്ചത് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുവാനുള്ള പ്രിവിലേജ്, ആ വലിയ ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ യോഗ്യതയില്ലാതിരുന്ന മനുഷ്യർക്ക്, യോഗ്യതയില്ലാതിരുന്ന, ഒന്നുകൂടെ കൂട്ടി പറഞ്ഞാൽ ഒരു രീതിയിലും പിതാവിന്റെ സന്നിധിയിൽ വരുവാൻ ഒരിക്കലും അർഹതയില്ലാതിരുന്ന ജാതികളായ നമുക്ക് കർത്താവ് ഒരിക്കൽ ഭാഗ്യം, അവന്റെ ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തി പുതിയ വഴി തുറന്നതിന്റെ ഫലമായി ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, ദൈവസേനയിൽ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഒരു പഴയ നിയമ പുരോഹിതൻ ആരാധിക്കുന്ന മുമ്പായി യാഗപീഠത്തിന്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പായി അവിടെ താമ്രത്തൊട്ടിയുണ്ട്, അവിടെ താമ്ര കലശങ്ങളുണ്ട്. അതിൽ നിന്ന് വെള്ളമെടുത്ത് പുരോഹിതൻ തന്റെ പാദങ്ങൾ കഴുകിയിട്ടാണ് ആരാധിക്കുവാനായിട്ട് അടുത്ത് ചെല്ലുന്നത്. മഹാപാപപരിഹാര ദിവസം പുരോഹിതൻ കഴുകൽ പ്രാപിച്ച് വിശുദ്ധിയോടുകൂടി തന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിച്ചതിന് ശേഷമായിട്ടാണ് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുന്നത്. ഒരു പുതിയ വിശ്വാസി അതുപോലെ പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഒരുക്കത്തോടുകൂടെ വേണം കടന്നു ചെല്ലാൻ. ആഴ്ചയോടെ എല്ലാ ദിവസവും നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചിട്ട് ഞായറാഴ്ച മാത്രം ദൈവത്തെ ആരാധിക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. ദൈവയാഗം അംഗീകരിക്കുന്നില്ല. ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവോദരത്താൽ ഉള്ളതായ കുളി പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയമാണ് പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. അവിടെ മലയാളത്തിൽ പ്രത്യാശയുടെ സ്വീകാരമുണ്ട്, എന്നാൽ ഇംഗ്ലീഷിലൊക്കെ വായിക്കുമ്പോൾ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞ് ചിലരത് ഫെയ്ത്ത് എന്നുള്ളത് ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ പ്രത്യാശയാണ് അവിടെ കൂടുതലായി കാണുവാനായി സാധിക്കുന്നത്. ഹോപ്പ്. എബ്രായ ലേഖനത്തിന്റെ ഒരു തീം തന്നെ പ്രത്യാശ എന്നുള്ളതാണ്. എബ്രായ ലേഖനം നമ്മൾ വായിച്ചു വന്ന ഭാഗങ്ങളൊക്കെ ആദ്യമേ തന്നെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നെ ആ മഹത്വത്തെ കുറിച്ച്, ആ പ്രത്യാശയെ കുറിച്ച്, ആ ഹോപ്പയെ കുറിച്ചുള്ള കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻ മെനി ഓഫ് ദ ചാപ്റ്റേഴ്സ് വി ക്യാൻ സീ ദ ഗ്ലോറിയസ് ഹോപ്പ് ഓഫ് എ ക്രിസ്ത്യൻ. ചാപ്റ്റർ 2 വേഴ്സ് 10, 2-ാം അധ്യായം 10-ാം വാക്യം അവിടെ പറയുകയാണ്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, 2:10, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ പുത്രൻ യേശുക്രിസ്തു കഷ്ടങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. 2-ാം അധ്യായത്തിൽ തന്നെ തേജസ്സിലേക്ക് നടത്തുന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചത് സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ടിയാണ്. ഹെവൻലി കോളിംഗ് ആണ്
ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നാം ഓർത്തിരിക്കേണ്ട, നാം ഈ ഭൂമിയിലാണെങ്കിലും നമുക്കൊരു വലിയ വഴി ലഭിച്ചിട്ടുണ്ട് ദൈവസന്നിധിയിൽ സ്വർഗത്തിലേക്ക് ചെല്ലുവാനായി. 3-ാം അധ്യായത്തിൽ തന്നെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ 11 മുതൽ 12 വരെ, 18 മുതൽ 20 വരെ ഈ വാക്യങ്ങളൊക്കെ വായിച്ചാൽ വരാൻ പോകുന്ന പ്രത്യാശയെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാപ്റ്റർ 6 വേഴ്സസ് 11 to 12 and 18 to 20. അവിടെയൊക്കെയും ദൈവം നമുക്ക് തരുന്ന വലിയ പ്രത്യാശയെ കുറിച്ചുള്ള പ്രതിപാദനമാണ് കാണുന്നത്. 9-ാം അധ്യായം പഠിച്ചിട്ട് അധികം ദിവസങ്ങളായില്ലല്ലോ. 9-ാം അധ്യായത്തിൽ മഹാപുരോഹിതന്റെ 3 പ്രത്യക്ഷത യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുമായി കമ്പയർ ചെയ്ത് 9-ന്റെ ഒടുവിൽ വായിക്കുന്നുണ്ട്. 9-ന്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ വീണ്ടും പ്രത്യക്ഷനാകും, പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും പ്രത്യക്ഷനാകുന്ന കർത്താവിനെ കുറിച്ച് 9-ന്റെ 28-ൽ നാം വായിക്കുന്നുണ്ട്. ഇനി 13-ാം അധ്യായം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. 13-ാം അധ്യായത്തിലേക്ക് നോക്കിയാലും അവിടെയും കാണുവാനായി സാധിക്കുന്നുണ്ട്, നിലനിൽക്കുന്ന രാജ്യം, പട്ടണം നാം ഉള്ളതുകൊണ്ട് സിറ്റി ദാറ്റ് ഈസ് യെറ്റ് ടു കം, വരാനുള്ളതിനായി കാത്തിരിക്കുന്നു. ഇനി നമുക്കൊന്ന് വരാനുണ്ട്. അപ്പോൾ എബ്രായ ലേഖനത്തിൽ പൊതുവെ നമ്മൾ നോക്കിയാൽ അവിടെയെല്ലാം കാണുന്ന വിഷയം പ്രത്യാശ എന്നുള്ളതാണ്. ഇവിടെ ലേഖനകാരൻ പറയുകയാണ്, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചു കൊള്ളണം. ചാപ്റ്റർ 10 വേഴ്സ് 23 ആണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ദൈവം പ്രോമിസ് ചെയ്തതാണ് താൻ ഇനിയും വരാമെന്നുള്ളത്. നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രത്യാശയെ കുറിച്ച് അതങ്ങനെ തന്നെ നടക്കും, നിശ്ചയമായി നടക്കുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു ദൈവ പൈതലിന് വരാൻ പോകുന്ന പ്രത്യാശയാണ് ലോകത്തിൽ അവനെ മുന്നോട്ട് പോകുവാനായി സഹായിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എല്ലാം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതായിരിക്കണം. അത് വേണം നാം പ്രതീക്ഷിക്കാനായിട്ട്. എപ്പോഴും സ്മൂത്ത് ആയിട്ടുള്ള പാതയായിരിക്കത്തില്ല. എന്നാൽ കഷ്ടങ്ങൾ സഹിക്കുവാൻ, പീഡകൾ സഹിക്കുവാൻ ഒരു ദൈവപൈതലിനെ സഹായിക്കുന്നത് വരാൻ പോകുന്ന പ്രത്യാശ ഓർക്കുമ്പോഴാണ്. ക്രിസ്തീയത്വം എന്ന് പറയുന്ന ഒരു വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ശരിയായി വേദോസ്തവം പഠിച്ചാൽ ഡിസൈപ്പിൾ ആകുക എന്നുള്ളതാണ്. ഡിസൈപ്പിൾ ആകുക എന്നുള്ളത് കൊണ്ട് അർത്ഥം ആരുടെ ഡിസൈപ്പിൾ ആണെന്ന്, ഈ ഭൂമിയിലേക്ക് വന്ന് നീചമായ ക്രൂരമായ മരണം വരിച്ച യേശുക്രിസ്തുവിന്റെ ഡിസൈപ്പിൾസ് ആണ്. അപ്പോൾ ഡിസൈപ്പിൾ ആകുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും രക്തസാക്ഷികളാകേണ്ടി വരത്തില്ല എങ്കിലും രക്തസാക്ഷി മരണം വരിക്കേണ്ടി വന്നാലും അതിനുവേണ്ടി ഞാൻ തയ്യാറാണെന്നുള്ള തീരുമാനമാണ് ഒരു ഡിസൈപ്പിൾഷിപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്. യജമാനന്, നമ്മുടെ മാസ്റ്ററിന്, നമ്മുടെ മാതൃകാ പുരുഷനാകുന്ന കർത്താവിന് ലോകം എന്തു കൊടുത്തിട്ടുണ്ടോ അത് മാത്രമേ നാം പ്രതീക്ഷിക്കാവൂ. അതുകൊണ്ട് ലോകത്തിൽ നിന്ന് ഒരു മാനം പുകഴ്ച ഇത് പ്രതീക്ഷിച്ചല്ല നാം ജീവിക്കേണ്ടത്. കിട്ടുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എന്നാൽ യേശുക്രിസ്തുവിനെ ലോകം എങ്ങനെ കണ്ടു, യേശുക്രിസ്തുവിന് ലോകം എന്തു ചെയ്തു, അത് വേണം ഒരു ദൈവത്തിൽ പ്രതീക്ഷിക്കാനായി. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ ധൈര്യമായി നിൽക്കുവാൻ ദൈവവേദന പ്രേരണ തരുന്നത് ഇതിനപ്പുറത്തുള്ള ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഭക്തന്മാരുടെ ജീവിതത്തിലെല്ലാം അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ ദേഹം അടികൊണ്ട് മുറിവേറ്റിട്ടുണ്ട്, വേദനയുണ്ട്, കൈകളും കാലുകളും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവരാണ്. എന്നാൽ അതിന് നടുവിലും പാടുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോക ജീവിതത്തെക്കാൾ അപ്പുറത്തുള്ള ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഞാൻ അതിനെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരുപക്ഷെ പൗലോസിന്റെയും ശീലാസിന്റെയും ഹൃദയത്തിൽ വന്ന ചിന്ത, റോമൻ ഭരണകൂടത്തിന്റെ ശക്തി ഇത് എത്ര നാൾ ഈ റോമൻ സാമ്രാജ്യം നിലനിൽക്കും ആർക്കും അറിയാൻ കഴിയില്ല. പക്ഷേ പൗലോസിനും ശീലാസിനും ഒരു കാര്യം അറിയായിരുന്നു, ഈ റോമൻ ഭരണകൂടം അധികം നിൽക്കുകയില്ല. ഇതിനപ്പുറത്തായിട്ട് യേശുക്രിസ്തു തന്റെ രാജ്യത്വം സ്ഥാപിക്കുന്ന ഒരു ദിവസമുണ്ട്, അവനോടുകൂടെ വാഴുന്ന ഒരു ദിവസമുണ്ട്. കൂടെ കഷ്ടം സഹിച്ചാൽ കൂടെ വാഴുവാനിടയാകും. ആ നിത്യ സന്തോഷം ഓർത്തു കഴിഞ്ഞപ്പോൾ പാടാതിരിക്കാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെയും ഈ തീമിന്റെ ലേഖനത്തിന്റെ ഉദ്ദേശം അതാണ്. ചിലർ യഹൂദന്മാര് പഴയ ആരാധനയിലേക്കൊക്കെ മടങ്ങിപ്പോയി. അവര് ആരാധന പോലും മുടക്കുന്നവരായി തീർന്നു.
എന്നാൽ അവരോട് പറയാണ്, ഒരു വലിയ വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രത്യാശയുടെ സ്വീകാരം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം. കർത്താവ് വരാറായി. അതുകൊണ്ട് ആ വരവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, വരാൻ പോകുന്ന വലിയ പ്രത്യാശ ഓർക്കുമ്പോൾ, ഈ ലോകത്തിലെ കഷ്ടതകൾ സാരമില്ല എണ്ണിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ആരാധിക്കുവാൻ ഒരു ദൈവബദലിന് കഷ്ടതയും പ്രയാസം ഉണ്ടെങ്കിലും പ്രേരണ തരുന്ന വിഷയമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രത്യാശയെ ഓർക്കുമ്പോൾ. വീണ്ടും അടുത്തത് 24-25 വാക്യങ്ങൾ നമ്മളത് ടച്ച് ചെയ്തു പോയതാണ്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. നാൾ സമീപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. റോമ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ യെരുസലേമിലെ ദേവാലയം നശിപ്പിക്കാനുള്ള സമയം അടുത്തു എന്നുള്ളത് കൊണ്ടാണ് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ കർത്താവിന്റെ വരവടുത്തു എന്നുള്ളത് കൊണ്ട് നാം അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. എന്ന് പറഞ്ഞാൽ അധികമായ ആത്മീയ കൂട്ടായ്മയ്ക്കുള്ള താല്പര്യവും ഒരുക്കവും നമ്മുടെ ജീവിതത്തിൽ നാം കൊടുക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചുവല്ലോ, ദൈവസന്നിധിയിൽ അടുത്തിയൊന്ന് ആരാധിക്കുവാനായി കഴിയാതിരുന്നതായ തന്റെ ജനത്തെ വീണ്ടും ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ആരും പർവ്വതത്തിനടുത്ത് വരരുത്. ആരെങ്കിലും പർവ്വതം തൊട്ടാൽ, ഈ ഒരു മൃഗമെങ്കിലും തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലേണം. അമർച്ചയായ ജനത്തോട് കൽപ്പിക്കുക. ദൈവം ഇറങ്ങി വന്ന ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലത്തിനടുക്കുവാൻ മനുഷ്യന് യോഗ്യതയില്ലായിരുന്നു. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്ന സമാഗമന കൂടാരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിൽ ഒരിക്കൽ മാത്രം വളരെ ഭയത്തോടുകൂടി മഹാപുരോഹിതൻ പ്രവേശിച്ചിരുന്നു. സാധാരണക്കാരായ ജനങ്ങളെയും ദൈവത്തിന്റെ സാന്നിധ്യത്തെയും തമ്മിൽ ഒരു വലിയ തിരശീല മറച്ചിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നപ്പോൾ ആ തിരശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തി നിഷേധിക്കപ്പെട്ടിരുന്ന ദൈവ സാന്നിധ്യം സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി ദൈവം തമ്പുരാൻ തുറന്നു തന്നിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, യേശുക്രിസ്തു എന്ന ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തയുടെ ഫലമായി ഒരിക്കലായി കഴിച്ച ആ ശ്രേഷ്ഠയാഗത്തിന്റെ ഫലമായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്, ആക്സസ് ലഭിച്ചിരിക്കുകയാണ്. അതൊരു വലിയ പ്രിവിലേജ് ആണ്, വലിയൊരു സൗഭാഗ്യമാണ്. അതാണ് നാം കൺസിഡർ ചെയ്യേണ്ടത്, അതാണ് നാം ഓർക്കേണ്ടത്. ആ അവസ്ഥ നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ അടുത്തിയല്ലാണ്. ഇവിടെ ദൈവസന്നിധിയിൽ അടുത്ത് എഴുതുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കും നമ്മൾ വായിച്ചാൽ, അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. സെൽഫിഷ് ചിന്താഗതിയോ ആശയത്തോടോ ആഗ്രഹത്തോടോ അല്ല ദൈവസന്നിധിയിൽ വരുന്നത്. ഇങ്ങോട്ട് ലഭിക്കണമെന്നൊന്നും അവിടെ ആ വാക്യത്തിൽ കാണുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് നാം ചെല്ലേണ്ടത് എന്തിനു വേണ്ടിയാണ്? സഭായങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാം കൂടി വരുന്നതിന്റെ ഉദ്ദേശം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയാണ്, ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് കൂടി വരുന്നത്. തന്നെയുമല്ല, നാം കൂടി വരുമ്പോൾ മറ്റുള്ളവർക്ക് അത് ആത്മീയമായി സ്നേഹവും സൽപ്രവൃത്തികളും വർദ്ധിക്കുവാൻ കാരണമായി തീരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതായിരിക്കണം നമ്മുടെ ആരാധനയുടെ ലക്ഷ്യം. ആരാധിക്കുമ്പോൾ വിടുതൽ ഉണ്ടാകും, രോഗസൗഖ്യം ഉണ്ടാകും, നമുക്ക് സന്തോഷം ഉണ്ടാകും. അത് ശരിയാണെങ്കിലും ആരാധനയ്ക്ക് കടന്നു വരുന്ന ഒരു ദൈവത്തിന്റെ പരമലക്ഷ്യം കൊടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് നാം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. ആ അനുഗ്രഹങ്ങൾ വളരെ വ്യാപ്തമേറിയതായിരിക്കും. നോഹയുടെ കാലത്ത് നാം വായിക്കുന്നു, നോഹ ദൈവത്തിന് യാഗം അർപ്പിച്ചപ്പോൾ ആ യാഗത്തിന്റെ സുഗന്ധം ദൈവം മണത്തു കഴിഞ്ഞപ്പോൾ ദൈവം പറയാണ്, ഇനി ഞാൻ ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിക്കുകയില്ല. നോഹയ്ക്ക് ആ യാഗം പ്രസാദിച്ച് ദൈവം അനുഗ്രഹം കൊടുത്തതും തന്നെയല്ല, ഭൂമിയെ പോലും ദൈവം അനുഗ്രഹിപ്പാൻ തക്കം ഇടയായി തീർന്നു. അത് രണ്ടാം കാര്യമാണ്. എന്നാൽ ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു ദൈവ പൈതൽ ദൈവത്തിന് കൊടുക്കാനുള്ള ചിന്തയോടുകൂടിയാണ് വരുന്നത്. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും നാം ഉപേക്ഷിക്കുക. തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. Let us consider how to stimulate one another to love and good deeds, not forsaking our own assembling together,
as is the habit of some, but encouraging one another, and all the more as you see the day drawing near. ഞാൻ ഓർപ്പിച്ചാണല്ലോ, സഭായോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചർച്ചിന്റെ എല്ലാ മീറ്റിങ്ങുകളും അതിനകത്ത് വരുന്നതാണ്. നാം കഴിവതും നമ്മുടെ ജോലി, പ്രത്യേകിച്ച് ഈ രാജ്യത്തെ ടെൻഷനും ബന്ധപ്പാടുകളും ഒക്കെ ഉണ്ട്, എന്നാൽ അതിന്റെ നടുവിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്ന സമയം വളരെ വിലയേറിയതാണ്. അത് നാം ആ രീതിയിൽ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെയുള്ളതായ നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ അറിയാതെയല്ല ഞാൻ പറയുന്നത്. ആരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യം ഓർത്തിട്ടുമല്ല. കഴിഞ്ഞ ആഴ്ച തന്നെ ഇത് പറഞ്ഞിട്ടാണോ, ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞിട്ടാ, സാരി വിൽക്കുന്ന കാര്യം പറഞ്ഞാന്നോ, ആരോ പറഞ്ഞെന്ന് പറയുന്നത് കേട്ടു. രാവിലത്തെ ബൈബിൾ ക്ലാസ്സിന് ഒരാഴ്ചത്തേക്കുള്ളത് ഇഷ്ടം പോലെ ഇനി കിട്ടിയാന്ന്, ഇനി അതെല്ലാം ദഹിക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ആരെയും ഉദ്ദേശിച്ചൊന്നുമല്ല പറഞ്ഞത്. നമ്മുടെ ജോലി, ബിസിനസ്, ബന്ധപ്പാട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അത് ഒഴിവാക്കാൻ കഴിയും. എന്നാൽ കഴിവുള്ളിടത്തോളം നമുക്ക് സൗകര്യം ഉണ്ടെങ്കിലും നാം വീട്ടിൽ ചുമ്മാതിരിക്കാതെ ആരാധനയ്ക്ക് വരേണ്ടത് ആവശ്യമാണ്. ആരാധനയ്ക്ക് വരാനുള്ള ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവം അത് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. നമുക്കത് ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെ നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ കർത്താവിനോട് അടുക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകേണ്ടത് ആവശ്യമാണ്. ഭക്തന്മാരുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ രാജ്യം ഭരിച്ചിരുന്ന വലിയ ശ്രേഷ്ഠന്മാരായ ആളുകൾ പോലും ദൈവത്തെ ആരാധിക്കുന്നതിന് സമയം വേർതിരിച്ചതിനെ കുറിച്ചൊക്കെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ഈ രാജ്യം ഭരിച്ചിരുന്ന ഐസനോവർ വർഷങ്ങൾക്ക് മുമ്പ് 1959 സെപ്റ്റംബർ 27 ക്രൂഷ്ചോവുമായി ഒരുമിച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഗെറ്റിസ്ബർഗിൽ ഒരു വലിയ സമ്മേളനത്തിൽ ക്രൂഷ്ചോവും ഐസനോവറും കൂടെ കൂടിയിരിക്കുകയാണ്. ഞായറാഴ്ച ആയപ്പോൾ ഐസനോവർ ഈ ക്രൂഷ്ചോ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊന്നും തനിക്ക് വിഷയമായിരുന്നില്ല. ഞാൻ പറഞ്ഞു, മിസ്റ്റർ ക്രൂഷ്ചോ, ഞാൻ ഇന്ന് ഞായറാഴ്ചയാണ്, ലോർഡ്സ് ഡേ ആണ്, ദൈവത്തെ ആരാധിക്കാൻ പ്രസ്ബിറ്റേറിയൻ ചർച്ചിൽ പോവുകയാണ്, നീ എന്നോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ക്രൂഷ്ചോ കമ്മ്യൂണിസ്റ്റുകാരൻ വരാൻ വെക്കും. പുള്ളി പറഞ്ഞു, ഞാൻ വരികയില്ല, എന്നാ നീ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഐസനോവർ തന്നെ പോയി ദൈവത്തെ ആരാധിച്ചു വന്നു. 1959 നടന്ന സംഭവമാണ്. അങ്ങനെയാണ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. തിയോഡർ റൂസ്വെൽറ്റ് എന്ന് പറയുന്ന മഹാനായ പ്രസിഡന്റ് ഈ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് വാഷിംഗ്ടൺ DC-യിൽ അദ്ദേഹം എന്നുണ്ടെങ്കിലും അവിടെ എന്നും റെഗുലറായിട്ട് അനുഭവന്ന ചർച്ച ഉണ്ട്. അവിടെ എന്നും പോകുമായിരുന്നു. പ്രസിഡന്റ് ആയി കഴിഞ്ഞതിന് ശേഷം വളരെ ബിസി സ്കെഡ്യൂൾ ആണെങ്കിലും അവിടുത്തെ പാസ്റ്ററിന് ഒന്നിയിൽ ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്തിട്ടേ പോവുള്ളൂ. ഞാൻ പറയും, ഇന്ന് ഞാനിവിടെ ചർച്ചിൽ കാണത്തില്ല എന്ന് പാസ്റ്ററിനെ ഇൻഫോം ചെയ്തിട്ടേ പോവുകയുള്ളായിരുന്നു. ഒരു റെഗുലറായി ഒരു റൂട്ടീനായി ഈ ബിസി ടൈമിന്റെ ഇടയിലും ഈ ഭക്തന്മാരൊക്കെ അതിനെ കൺസിഡർ ചെയ്യുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഒരു മഹാനായ ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ എഴുത്തുകാരനാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത്. ഇംഗ്ലണ്ടിലെ യൂത്ത് എല്ലാം സൺഡേയിൽ എവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ഭാവി എന്തായിരിക്കും എന്ന് പറയാൻ കഴിയുമെന്ന്. ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിക്കാത്ത തലമുറ അധികം നാളൊന്നും ശ്രേഷ്ഠമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് ഈ ഭക്തന്മാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ വിലയേറിയതാണ്. ദൈവത്തെ ആരാധിക്കുവാൻ നാം അതിനുവേണ്ടി പ്രത്യേക സമയം വേർതിരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് നാം മടി കാണിക്കേണ്ടതായ ആവശ്യമില്ല. ഈ രാജ്യം വളരെ റെസ്പെക്ട് ചെയ്തതായ ഒരു ദൈവദാസൻ, മഹാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. നിങ്ങളിൽ ചിലർക്കൊക്കെ അദ്ദേഹത്തെ പരിചയം കാണും. ഡാനിയൽ വെബ്സ്റ്റർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഒരു വലിയ സ്റ്റേറ്റ്സ്മാൻ. അദ്ദേഹം ന്യൂ ഹാംഷെയറില് പ്രത്യേക മീറ്റിംഗിന് പോയ സമയത്ത് ഒരു ഞായറാഴ്ച അവിടെ ഉള്ളതായ ഒരു ചെറിയ വില്ലേജ് ചർച്ചിൽ താൻ പോകുമായിരുന്നു. ആ ചർച്ചിൽ പോകുമ്പോൾ ഒരു പ്രാവശ്യം പോയി, പിന്നെ താൻ പോകുമ്പോഴൊക്കെ ഈ കൊച്ചു ചർച്ചിൽ പോകും. അദ്ദേഹത്തിന്റെ അനന്തരവന് ഇതൊരു വലിയ അസാധാരണ വിഷയമായിട്ട് തോന്നി. കാരണം വാഷിംഗ്ടൺ DC-യിൽ ഇദ്ദേഹം ഉള്ളപ്പോൾ അവിടെ ഉള്ളതായ വലിയ ആളുകൾ പോകുന്ന ചർച്ചിലൊന്നും ഈ വെബ്സ്റ്റർ പോകാറില്ല. അവിടുത്തെ പ്രസംഗത്തെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. അതിനെ വിമർശിക്കുന്നതാണ് കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അനന്തരം ചെന്നിട്ട് ചോദിച്ചു, അങ്ങ് വാഷിംഗ്ടൺ DC-യിൽ താമസിക്കുമ്പോൾ ചർച്ചിൽ പോകാറില്ല, പ്രസംഗം കേട്ടാലും തനിക്ക് വലിയ വിഷയമാകാറില്ലല്ലോ, പിന്നെ ഈ കൊച്ചു ചർച്ചിൽ, ഈ വില്ലേജ് ചർച്ചിൽ
എന്തിനാണ് ഈ മുടങ്ങാതെ പോകുന്നതെന്ന് ചോദിച്ചപ്പോ ഡാനിയൽ വെബ്സ്റ്റർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: വാഷിംഗ്ടൺ ഡിസിയിലെ ചർച്ചിൽ ഞാൻ അറ്റൻഡ് ചെയ്ത സ്റ്റേറ്റ്സ്മാൻ വെബ്സ്റ്ററിനോടാണ് അവിടുത്തെ പാസ്റ്റർ സംസാരിക്കുന്നത്. എന്നാൽ ഈ ന്യൂ ഹാംഷറിലെ കൊച്ചു വില്ലേജ് ചർച്ചിൽ ചെന്നാൽ സിന്നറായ വെബ്സ്റ്ററിനോടാണ് ആ പാസ്റ്റർ സംസാരിക്കുന്നത്. All have sinned and come short of the glory. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ട സന്ദേശം അതാണ്. അത് കേൾക്കാനാണ് ഞാൻ പോകുന്നത്. ഒരു വലിയ മനുഷ്യനായ സ്റ്റേറ്റ്സ്മാനോട് സംസാരിക്കുന്ന പ്രസംഗമല്ല എനിക്ക് കേൾക്കേണ്ടത്. എന്റെ ശരിയായ അവസ്ഥയിൽ എന്നോട് സംസാരിക്കുന്ന പ്രസംഗമാണ് എനിക്ക് കേൾക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുവാൻ ഇടയായി തീർന്നു. ആരാധിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യം കേൾക്കുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഇടയാകണം. അതാണ് ശ്രേഷ്ഠമേറെ. ഇന്നലെ തന്നെ ഒരു വിളയച്ചാൻ ഓർപ്പിച്ചുവല്ലോ, അദ്ദേഹം പഠിക്കുന്ന സെമിനാരിയിൽ ഡിഗ്രിക്ക് വേണ്ടിയല്ല നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവവചനം കാരണമായി തീരണമെന്നുള്ളത്. അവിടെ നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയി തോന്നുന്ന മെസ്സേജിനേക്കാൾ നമ്മുടെ ഹൃദയത്തെ പ്രിക്ക് ചെയ്യുന്ന, നമ്മുടെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കുന്ന, നമുക്ക് രൂപാന്തരം വരുത്തുന്ന, ദൈവത്തോട് അടുക്കുന്ന വചനമാണെങ്കിൽ അതാണ് ശ്രേഷ്ഠമേറിയത്. അതാണ് നാം ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ ആത്മീയ കാര്യങ്ങൾ കൂടി വരേണ്ടത് ചെയ്യുവാൻ വേണ്ടിയാണ്, കൊടുക്കുവാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുവാൻ വേണ്ടിയാണ്. നമ്മുടെ ഒത്തിരി കാര്യം നമ്മളിപ്പോ എല്ലാവരുടെയും കൈക്ക് എന്ന് വിളിച്ച് ഷെയ്ക്കാന്ന് കൊടുത്ത് ബ്രദറെ നിങ്ങളൊന്ന് നന്നായി പാടി എന്നൊക്കെ പറഞ്ഞില്ലേലും നാം ഓരോരുത്തരും വരുന്നത് തന്നെ അടുത്ത ഒരാളുടെ എൻകറേജ്മെന്റ് ആണ്. നമ്മുടെ അടുത്ത് ഇരിക്കുന്ന ആളിന് നമുക്കൊരു ആളിനൊരു ധൈര്യം കൊടുക്കുന്നതാണ് നാം വരുന്നത്. നാം ഒരു ശുശ്രൂഷ ചെയ്യുന്നത് ഒരു എൻകറേജ്മെന്റാ. നാം ഒരു പാട്ട് പാടുന്നത്, നാം ദൈവത്തെ ആരാധിക്കുന്നത് ഒരു എൻകറേജ്മെന്റാ. പലപ്പോഴും ഞങ്ങളെ സ്റ്റേജിൽ ഇരിക്കുന്നവരാണെങ്കിലും നല്ലപോലെ പാടി ആരാധിക്കുന്ന സഹോദരന്മാരെ കാണുന്നത് ഞങ്ങളുടെ മനസ്സിനൊരു സന്തോഷം. എന്നാൽ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, ആ സ്റ്റേജിൽ നിന്ന് ഒരു വീഡിയോ ക്യാമറ വെച്ച് ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഫേസ് റിഫ്ലക്ഷൻ, ആക്ഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് വീട്ടിലോട്ടൊന്ന് എടുത്തൊന്ന് ഫോർവേഡ് ചെയ്ത് അയച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. ചിലപ്പോ അവർക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. അതിനു വേണ്ടി ഒത്തിരി ആൾ ഉപസിച്ചാലും വേണ്ടിയില്ലേ ഈ മുഖത്തിന്റെ ഭാഗമൊക്കെ കണ്ടു. ഞാൻ അതിനെ പേഴ്സണലായിട്ടല്ല പറയുന്നത്, പക്ഷെ പലരുടെയും മുഖം അങ്ങനെ അവിടെ നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ക്യാമറ വെച്ച് ഇടയ്ക്ക് ഇവിടെ ഒന്ന് കാണിച്ചാലും വേണ്ടിയില്ല എന്ന് എനിക്ക് ചിന്ത വന്നിട്ടുണ്ട്. അപ്പോൾ നാം ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ ഇവിടെ പോകുന്നതുകൊണ്ടാണ് ജോലിയിലെ ടെൻഷനും ബിസിനസ് കാര്യം വീട്ടിലെ കാര്യവും ഒക്കെ. വീട്ടിലെ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ട, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞു പോവുകയാണ്. ഒരു പാസ്റ്റർ റോസി ഒരു വീടിന്റെ അടുത്തൂടെ പോകാൻ തന്റെ ചർച്ചയിൽ വരുന്ന ഒരു വീടിന്റെ അടുത്തൂടെ പോയാൽ ആ വീട്ടിൽ വലിയ ഭയങ്കരമായ ശാപവാക്കുകളും വഴക്കും ബഹളവും ഒക്കെ കേട്ട് പാസ്റ്റർ എന്ന് കഴിഞ്ഞ് വീട്ടിലെ കൊച്ചുമോനെ വിളിച്ചു ചോദിച്ചു, മോനെ നീയാണ് അതിലെ വന്നോണേ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ കയറി വലിയ വഴക്കുണ്ടാക്കിയെന്ന് തോന്നുന്നു, മോശമായ വാക്കുകളൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അണ്ണേ കുഞ്ഞു പറഞ്ഞു, അത് വേറെ ആരൊന്നല്ല, ഞങ്ങളുടെ പപ്പായ ചർച്ചിൽ പോകാൻ നോക്കിയപ്പോ ബൈബിള് കണ്ടില്ല, അതിന് ഞങ്ങളെല്ലാം വഴക്ക് പറയട്ടെ. ഇതൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്ന് ആരാധിച്ചാല് മുഖമൊക്കെ അങ്ങനെ ഇരിക്കും. അതൊന്നും ആരെയും ഒറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നാം ഒരുക്കത്തോടെ പ്രിപ്പറേഷനോടുകൂടി ആരാധനയ്ക്ക് കടന്നു വരുമ്പോഴാണ് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുന്ന ഇടയായിത്തീരുന്നത്. ദൈവത്തിന് കൊടുക്കുവാൻ, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുവാൻ, ആത്മീയ വർധനവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ആരാധനയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ ഒരു കാര്യം വായിക്കുവാൻ തക്ക ഇടയായി തീർന്നു. ഒരു പാസ്റ്ററിന്റെ അടുത്ത് ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ചർച്ചിൽ ചേരാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെ കേട്ടോ, ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. A minister was approached by a man who wanted to join the church, but the man said, I have a very busy schedule. I can't be called for any service such as committee work, teaching or singing in the choir. എനിക്ക് നിന്റെ ചർച്ചിൽ ചേരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഒത്തിരി ബിസി ഉള്ള ആളാ. അതുകൊണ്ട് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ടീച്ചിങ്ങോ പാടാനോ ഒന്നും എന്നെ വിളിക്കരുത്. I just won't be available for special projects or to help with setting up chairs or things like that. ചർച്ചില് കോൺക്രീറ്റ് ഇടാനോ തൂത്തുവാരാനോ ചെയറിടാനോ ഒന്നും എന്നെ വിളിക്കരുത്, അതിനൊന്നും എനിക്ക് സമയമില്ല. നമ്മുടെ ആരുടെയും കാര്യമല്ല കേട്ടോ, ഇത് ഞാൻ വേറെ ബുക്കിന്ന് വായിച്ചതാതെ കാര്യമല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. Setting up chairs or things like that. And I am afraid I will never be able to go on visitation. ഒരിക്കലും വിസിറ്റിങ്ങിനൊന്നും പോകാൻ എന്നെ വിളിക്കരുത്. As my evenings are all tied up
ഈവനിങ്ങില് ഞാൻ വളരെ ടയർഡപ്പ് ആയി, അതിനൊന്നും വിളിക്കരുതെന്ന് പറഞ്ഞു. The minister thought for a moment, then replied, Pastor ചിന്തിച്ചു പറയാം, I believe you are at the wrong church. The church you are looking for is 3 blocks down the street on the right. ഇത് നിനക്ക് പറ്റിയ ചർച്ചാന്ന് തോന്നുന്നില്ല. നീ ഈ സ്ട്രീറ്റിൽ കൂടെ 3 ബ്ലോക്ക് താഴോട്ടില്ല എങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു ചർച്ച് കാണാം, അതാ നിനക്ക് പറ്റിയതെന്ന് പറഞ്ഞു. The man followed the preacher's directions and soon came to an abandoned border, closed the church building. It was a dead church gone out of business. ഒരിക്കൽ അടുത്ത കാലത്തൊന്നും തുറന്നിട്ടില്ലാത്ത അബാൻഡൻ ചെയ്തതായ ഒരു ചർച്ച്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടി കാണുമല്ലോ, ചർച്ചയിൽ വരുന്നത് കൊടുക്കാൻ വേണ്ടിയാണ്, ദൈവത്തിന് കൊടുക്കാനും മറ്റുള്ളവരെ ആത്മീയവർദ്ധനു വേണ്ടി ഉത്സാഹിപ്പിക്കാനുമാണ്. നമ്മുടെ പാട്ട്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിതം, നമ്മുടെ ശുശ്രൂഷകളൊക്കെ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുവാനൊക്കെ ഒന്ന് ഇടയാകേണ്ടത് ആവശ്യമാണ്. ആ ഭാഗത്തൊന്നും അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ആ പോർഷൻ കൊണ്ട് നിർത്താം. ഇവിടെ ഞാൻ ഒന്നുകൂടെ ആ ഭാഗം ഒന്നുകൂടെ വായിക്കുകയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുറവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാവിരോധനം നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാം സമീപിക്കുന്നെന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഒരിക്കൽ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ യോഗ്യതയില്ലായിരുന്നു നമുക്ക്. എന്തൊരു ഭാഗ്യമാണ് ദൈവം തന്നിരിക്കുന്നത്, ധൈര്യത്തോട് കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാനായി. ആ വാക്യം പിന്നെ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് കരുണ ലഭിക്കാനും സഹായത്തുള്ള കൃപ പ്രാപിക്കുവാനുമായി ധൈര്യത്തോട് കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക.